So hello guys, welcome back to another episode of Minecraft Let's Play. Guys, ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഒരു അയൺ ഫാം ഉണ്ടാക്കാനാണ് എൻ്റെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്ന് അയൺ ഫാം ഉണ്ടാക്കണം, പക്ഷേ അത് വർക്കാവുന്നതാണ് എൻ്റെ പേടി. അതിനുള്ള എല്ലാ റിസോഴ്സസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ പെട്ടി തുറക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്താ കുറേ ടൂൾസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ പെട്ടി തുറന്നാൽ അയൺ ഫാം ഉണ്ടാക്കാനുള്ള എല്ലാ റിസോഴ്സസും, പ്രത്യേകിച്ച് ഇതിനകത്ത് ഞാൻ പാടുവിട്ടത് ഈ റിസോഴ്സസിൽ എടുക്കാൻ ഞാൻ പാടുവിട്ടത് ആ ഒരു ഹോപ്പറും പിന്നെ 20 ബെഡും. ഈ ഒരു ഒറ്റ ഹോപ്പർ എടുക്കാനാണ് ഞാൻ കുറേ പാടുവിട്ടത്. പിന്നെ ലാവ ബക്കറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ 20 ഫ്ലെക്റ്റിംഗ് ടേബിൾ അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി അയൺ ഫാം ഉണ്ടാക്കണം. അപ്പോൾ ഇത് എവിടെ ഉണ്ടാക്കും എന്നാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണം, എൻ്റെ ഇൻവെൻ്ററി ഒന്ന് ഫുൾ ഒന്ന് ഇവിടെ വച്ചിട്ട് തന്നെ പോവാം. വേണ്ട, ഇതൊന്നും വേണ്ട. ഫുഡ് ഇരിക്കട്ട്, ടോർച്ച് അതിനകത്തുണ്ട്, ടോർച്ച് വേണ്ട. ഇപ്പോൾ ബോട്ട് ഒന്നും വേണ്ട. പിന്നെ ഷവല് വേണം, ഈ സീഡൊന്നും വേണ്ട, കോബിൾ സ്റ്റോൺ വേണ്ട, ആക്സ് ഇരിക്കട്ട്, ആവശ്യം വരും. ഇനി ഈ പെട്ടി തുറക്കണം. ഈ പെട്ടി തുറന്ന് എൻ്റെ ഇൻവെൻ്ററി ഒന്ന് ഇതിനകത്ത് തന്നെ വയ്ക്കാം. 20 ബെഡ് എൻ്റെ ഇൻവെൻ്ററിക്കകത്ത് വയ്ക്കണം. പിന്നെ ഞാൻ ഒരു 4 വില്ലേജറിനെ പിടിച്ചുകൊണ്ട് വന്ന് എനിക്ക് 20 വില്ലേജർ വേണം. അതെന്തായാലും കുറേ എടുക്കുമോ, അത് നിങ്ങളെന്തായാലും എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, 20 ബെഡ് എടുത്തിട്ടുണ്ട്. 20 ബെഡ് ഓക്കെ. പിന്നെ ഒരു ബക്കറ്റ് വാട്ടറും ലാവയും, പിന്നെ ഈ സ്ലാബ് അവിടെ കിട്ടും, ഫ്ലെക്റ്റിംഗ് ടേബിള്, സൈൻ ബോർഡ്, ടോർച്ച്, ഹോപ്പർ, ഈ ഒരു ക്യാമ്പ് ഫയർ. ഇനി എനിക്ക് ഈ അയൺ ഫാം എവിടെയാണ് ഉണ്ടാക്കണേ അവിടെ പോകണം. അതിനു മുമ്പ് ഒരു 2 പിക്കാക്സും കൊണ്ട് എക്സ്ട്രാ എടുത്തേക്കുക. എൻ്റെ ടൂള് വെട്ടിയിട്. ഒരു പിക്കാക്സും ഒരു ഷവലും എടുക്കാം, ഒരു ആവശ്യത്തിന്, ഒരു സേഫ്റ്റിക്ക്. ഇനി നേരെ അയൺ ഫാം ഉണ്ടാക്കാനുള്ള സ്ഥലത്തോട്ട് പോകാം. ഏകദേശം ഒരു വില്ലേജൊന്നും ഇതിൻ്റെ അടുത്തൊന്നും പാടില്ല എന്നാണ് പറയണത്. ഓക്കെ, ഇതെനിക്ക് നല്ലൊരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു ഭാഗം ഇവിടെ എത്ര ബ്ലോക്ക് ആയിരുന്നടാ? 1 2 3 4 5 എൻ്റെ ഇൻവെൻ്ററി ഫുൾ കാണല്ലേ. ഈ ചെസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചിട്ട് ഇതിനകത്ത് ഓരോ സാധനങ്ങളായിട്ട് വയ്ക്കാം. എനിക്ക് ഇനി അപ്പം ഇങ്ങനെ പോകാൻ വയ്യായി. ഓക്കെ 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 ഓക്കെ. ഇനിയിപ്പോൾ ഇതൊക്കെ വയ്ക്കാനായിരിക്കും ഇനി പാട്. ഓക്കെ, ഡേർട്ട് കുറച്ച് വേണ്ടി വരും എനിക്ക്. 5 ബ്ലോക്ക് ആയിട്ട് ഇവിടെ. പിന്നെ 1 2 3 4 5 ആയില്ലേ? 1 2 3 4 5 1 2 3 4 5. അതേപോലെ 1 2 3 4 5. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവാം. ഇനി ചെയ്യണം ഇതിനെ എത്ര ബ്ലോക്ക്? 6 ബ്ലോക്കാ? 6 ബ്ലോക്ക് എന്തോ ഹൈറ്റിൽ, 6 അല്ല 8 ബ്ലോക്ക് എന്തോ ഹൈറ്റിൽ കുഴിക്കണം. 8 ബ്ലോക്ക് ഹൈറ്റിലെന്തോ കുഴിക്കണം. ആ 8 ബ്ലോക്ക് ഹൈറ്റിൽ ഇതിനെ കുഴിച്ചാൽ 8 ബ്ലോക്ക് കുഴിക്കാം. ഇതെന്തായാലും കുറേ നേരം എടുക്കും. ഇതിപ്പോൾ എത്ര ബ്ലോക്കായി? ഇതിപ്പോൾ 1 ബ്ലോക്ക് ആയതേ ഉള്ളൂ. 8 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു 8 ബ്ലോക്ക് ഹൈറ്റ് ഒന്ന് കുഴിച്ചിട്ട് തന്നെ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇപ്പം ഞാൻ ഒരു 8 ബ്ലോക്ക് അതിൽ കുഴിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ തലയെ കാണുന്ന ഹെൽമെറ്റ് ഞാൻ ഒരു സ്കെൽട്ടനെ കൊന്നപ്പോൾ കിട്ടിയതാണ്. ഇതിനെന്തിരി പവറുണ്ടെന്ന്? ത്രോൺസ് 1, ഫയർ പ്രൊട്ടക്ഷൻ 2, അൺബ്രേക്കിംഗ് 3. എന്തായാലും എനിക്ക് നല്ല ഭാഗ്യമുണ്ട്. അടിപൊളി ഹെൽമെറ്റ് തന്നെ കിട്ടിയിരിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ 8 ബ്ലോക്ക് ഹൈറ്റിൽ ഇവിടെ കുഴിച്ചിട്ടുണ്ട്.
ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇനി ചെയ്യാനുള്ള 20 ബെഡ്, പിന്നെ വില്ലേജർ മണ്ടന്മാരെ കൊണ്ടുവരണം. അപ്പോൾ അതിന് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതാ ഇങ്ങനെ ബ്ലോക്ക് വയ്ക്കണം. 1 2 ഇങ്ങനെ ബ്ലോക്ക് വയ്ക്കണം, എന്നാലേ അതിൻ്റെ പുറത്ത് എനിക്ക് ബെഡ് വയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എൻ്റെ കയ്യിലുള്ള 5 ബെഡ് ഫസ്റ്റ് എടുക്കണം. ഓക്കെ, എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലത്തെ ബ്ലോക്ക് പൊട്ടിച്ചളയണം. ശവലുകൊണ്ട് പൊട്ടിച്ചളഞ്ഞാൽ മതി. പക്ഷെ അടിയിലത്തെ ബ്ലോക്ക് എനിക്ക് കിട്ടൂടെ. അയ്യോ, ബെഡ് പൊട്ടിക്കയില്ല. ശരി, ബെഡ് പൊട്ടിക്കല്ലടാ പറഞ്ഞേ. എടാ ബെഡ് പൊട്ടിക്കല്ലെന്നാ. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഈ ബ്ലോക്ക് പൊട്ടിക്കണം. ഓക്കെ, എന്നിട്ട് ബെഡല്ല, എനിക്ക് ആ ഡേട്ട് ഒട്ടും കിട്ടണല്ല. ഓക്കെ, ഡേട്ട് കിട്ടണല്ല. എടാ ബെഡ് പൊട്ടിക്കല്ലടാ കൈസ്, എനിക്ക് മിസ് ക്ലിക്ക് ആവണം. മിസ് ക്ലിക്ക് റീസ്പോൺ സെറ്റ് ചെയ്യില്ലേ. എന്നാൽ ഞാൻ ഇവിടെ ആയിരിക്കും വന്ന് വീഴാൻ പോണ്. ഓക്കെ, ഡേട്ട് പോണെങ്കിൽ പോട്ട്, ഇഷ്ടംപോലെ കിട്ടുമല്ലോ. ഓക്കെ, ഇനി ചെയ്യാനുള്ള ഈ പൊട്ടിച്ച് മാറ്റിയ ബ്ലോക്കിൻ്റെ അടിയിൽ വേറെ 5 ബെഡ് വയ്ക്കണം. അങ്ങനെ 20 ബെഡ്. അതേ രീതിയിൽ അപ്പുറത്തെ സൈഡിലും ചെയ്താൽ മതി. 1 2 അവിടെയല്ല, 3 4 5. ഓക്കെ, 5 ബെഡ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്യണം. അങ്ങനെ 1 2 ഇങ്ങനെ 2 ബ്ലോക്ക് ഹൈറ്റിൽ ഇങ്ങനെ വയ്ക്കുക. അന്നേരം നടുക്ക് നമുക്ക് 1 ബ്ലോക്ക് ഹൈറ്റിൽ ഇങ്ങനെ കിട്ടും. അങ്ങനെ തന്നെ ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് അയൺ ഫാം ഉണ്ടാക്കുന്നത്. ഇത് വർക്കാവുന്ന പോലും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി 5 ബെഡ് എടുക്കണം. 1 2 3 4 5. ഓക്കെ, എന്നിട്ട് ഇതാ ഇവിടെ അതേപോലെ അതേ രീതിയിൽ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ക്രൗച്ച് ചെയ്യണം. എന്നിട്ട് ഇതാ ഇവിടത്തെ ഈ ഡേട്ട് പൊട്ടിച്ചു. ബെഡെല്ലാം പൊട്ടിക്കാൻ പറഞ്ഞ പിന്നെ മണ്ടത്തരങ്ങൾ. ഡേട്ടല്ല പൊട്ടിക്കാൻ പറഞ്ഞ ബെഡല്ല, ഡേട്ടാണ് പൊട്ടിക്കാൻ പറഞ്ഞ ബെഡല്ല. ഈ കറക്റ്റ് ഇതിനകത്ത് വയ്ക്കണം, അല്ലെങ്കിൽ തെറ്റും. നമ്മളിങ്ങനെ പൊങ്ങി പോകുമ്പോൾ അറിയാതെ ബെഡൊക്കെ പൊട്ടിച്ചോളും. അതുകൊണ്ട് കറക്റ്റ് നോക്കി വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പണി പാളും. ഓക്കെ, ഇനി എൻ്റെ അവസാനത്തെ 5 ബെഡും കൂടെ എടുക്കണം. അവസാനത്തെ 5 ബെഡും കൂടെ വെച്ചാൽ കറക്റ്റ് 20 ബെഡ് കിട്ടും. കറക്റ്റ് 20 ബെഡ്. വർക്കാണേ ദൈവമേ. 1 2 3 4 5. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ബ്ലോക്ക് വെച്ചാൽ മതി. ഇത് ടെമ്പററി ബ്ലോക്കല്ല, ഇത് ആവശ്യമുള്ളൊരു ബ്ലോക്കാണ്. ഓക്കെ, ഇങ്ങനെ വയ്ക്കണം. രണ്ടിൻ്റെ നടുക്ക് നോക്കിയിട്ട് ഒരു ബ്ലോക്ക് അതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് 20 റെസ്റ്റേഷൻ അവരെ ജോലി നമുക്ക് കറക്റ്റ് 20 എണ്ണം വയ്ക്കാൻ പറ്റും. ഇവിടെയാണ്, അല്ല കുറച്ചും കൂടി താഴ്ത്തി. ഒറ്റ മിനിറ്റ്, ചെറിയൊരു പണി പാളിയോന്ന് ഡൗട്ട്. ഇതിങ്ങനെ വയ്ക്കണം, പിന്നെ കറക്റ്റ് വയ്ക്കണം. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ 20 റെസ്റ്റേഷൻ ഞാൻ എടുത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ബെഡ് പൊട്ടിപ്പോന്ന് ചെറിയൊരു ഡൗട്ടില്ലാതില്ല. ഇവിടെ സ്റ്റെയർ കേസ്, ടെമ്പററി സെറ്റപ്പ് സ്റ്റെയർ കേസ് ഇവിടെ വെച്ച് പോവാം. അവിടെ ഉണ്ണി. ഓക്കെ, ഇങ്ങനെ വയ്ക്കണം. ഓക്കെ, ഇനി ചെയ്യാനുള്ള 20 റെസ്റ്റേഷൻ എടുക്കണം. 20 റെസ്റ്റേഷൻ എടുക്കണം. എന്നിട്ട് എൻ്റെ ടോർച്ച് എടുത്തിട്ടുണ്ടല്ലോ ഞാൻ. ഫസ്റ്റ്
ഈ ടോർച്ച് ഈ ഒരു ഭാഗത്തൊക്കെ ഈ സൈഡിൽ ഞാൻ വെച്ച ബ്ലോക്കിൻ്റെ അവിടെ വയ്ക്കണം. എന്നാലേ മോബ് ഒന്ന് സ്പോൺ ആവാതെ നോക്കാൻ പറ്റൂ. ഇതെന്ത് മിസ്ക്ലിക്ക് ആവണേ? ഓക്കെ, ഇത് പൊട്ടിച്ചിട്ട് എന്നിട്ട് ഇതിന് മണ്ടേ കയറി. ബെഡൊന്നും പൊട്ടിച്ചളയില്ല. ബെഡൊക്കെ സൂക്ഷിച്ച് നോക്കണം. ബെഡ് എങ്ങാനും പൊട്ടിച്ചളയാൻ പോയി തീർന്ന്. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു 20 റെസ്ട്രിക്ഷൻ വയ്ക്കണം. 1 2 3 4 5 ഇത്രയാകുമ്പോൾ 5 ആവും. പിന്നെയും 5 6 7 8 9 10 11 12 പിന്നെ ഇത് 13. ഇനി ഇത് പൊട്ടിച്ചെടുക്കാൻ എത്ര നേരം എടുക്കുന്നു? 13 14 15 16 17 18 19 കറക്റ്റ് 20 നമുക്കിവിടെ വയ്ക്കാൻ പറ്റും. ഇനി ചെയ്യാനുള്ളതാണ് നമ്മളെ വില്ലേജർ മണ്ടന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആണ്. പറഞ്ഞു തീർന്നില്ല. രാത്രിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓടി ചെന്ന് എൻ്റെ ബേസിൽ പോയി കിടക്കണം. എന്നിട്ട് രാവിലെ എണീച്ച് അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പോടാ നോക്കിക്കൊണ്ടിരിക്കാതെ പെട്ടെന്നോ. ഇനി ഞാൻ ഇവിടെ ഒരു ബ്രീഡർ ഉണ്ടാക്കിയിരുന്നു. ഇനി അവിടെ വല്ല അയൺകോളം വല്ല സ്പോണാൻ ചെറിയ ഡൗട്ടില്ല. കുറേ പൂച്ച കണ്ട്. അയൺകോളം സ്പോണാവുള്ളതാണ്. ഇതിലാവട്ടെ. പക്ഷെ നമ്മളെ ബ്രീഡർ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇനി ചോളി ഇതിനകത്തുള്ള ഈ വില്ലേജർ മണ്ടന്മാരെ കൊണ്ടുവരണം. 1 2. ഓക്കെ, ഇനി എൻ്റെ റോപ്പ് എടുക്കണം. റോപ്പ് എടുത്ത് ഇവിടെ ഉള്ള ഈ 2 മണ്ടന്മാരെയും കൂടെ ഒന്ന് കയറ്റട്ടെ. ഈ 2 മണ്ടന്മാരെയും കൂടെ ഒന്ന് കയറ്റിയിട്ട് തന്നെ നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. ഇവന്മാർ ഏത് ജോബ് എടുത്തതാണ് എനിക്കറിഞ്ഞൂടാത്ത. ഞാൻ ഇവന്മാരെ വില്ലേജിൽ നിന്നാണ് കൊണ്ടുവരണം. കാരണം എൻ്റെ ബേബി വില്ലേജറൊന്നും വളർന്നില്ല. ഇവന്മാരെ വില്ലേജിൽ നിന്ന് എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂടെ, വേറെ വഴിയില്ല. വാ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇങ്ങോട്ട് നീക്കി ഇവന്മാരെ റൈഡല്ലേ. ഇവന്മാരായിട്ട് എനിക്ക് ഇവന്മാരെ ജോയിൻ ചെയ്യാൻ പറ്റുമോ? അറ്റാച്ച്. അതല്ല അറ്റാച്ച്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ 2 മണ്ടന്മാരെയും ഞാൻ ലീഷ് ചെയ്യണം. ഇവന്മാരെ തിരിക്കുമ്പോൾ എൻ്റെ ഗെയിം ഭയങ്കര ലാഗ്. ലീഷ് ഇവന്മാരെ ഒന്ന് തള്ളി വിട്ട് മക്കളിങ്ങോട്ട് വാ. ഇങ്ങോട്ട് നീക്കി. വാ. ഇനി ഇവന്മാരെ ഈ 2 മണ്ടന്മാരെയും കൂടെ എൻ്റെ അയൺ ഫാം നടക്കണ അതിലോട്ട് കൊണ്ടുപോകണം. മിക്കവാറും അതായിരിക്കും ഞാൻ ഇനി ചെയ്യാൻ പോണ എൻ്റെ ലെറ്റ്സ് പ്ലേയിലെ ഫാക്ടറി ഏജൻറ്റ്. ഇവന്മാരെ കൊണ്ടുവരാൻ ഇച്ചിരി പാടേ. നല്ല കുട്ടികൾ. ഇവന്മാർ എന്ത് ലാഗ് അടിക്കണ്ട. എനിക്ക് ഭയങ്കര ഗെയിം ഇച്ചിരി ലാഗ്. ഫസ്റ്റ് ഇവന്മാരെ കൊണ്ടുപോകാം, അതായിരിക്കും നല്ലത്. ഒരു രക്ഷയില്ലടേ. ഇവന്മാരാണ് നേരെ പറഞ്ഞുള്ള. വാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് നീക്കി. ചാവല്ലേ. ഞാൻ ചാവും. ഓക്കെ, ആരോ ജോലി എടുത്തിട്ടില്ല. ഓക്കെ, 2 പേരും ജോലി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവന്മാർ ഇപ്പം ബോട്ടിൽ നിന്ന് വിടാൻ പറ്റൂല. കാരണം ഇവന്മാർ ഈ സ്റ്റെയർ കേസ് വഴി മുകളിലോട്ട് കയറി. അപ്പോൾ എനിക്ക് പോകണ്ടേ? നിനക്ക് മാത്രം പോയാൽ മതിയോ? ഫ്ലെക്സിംഗ് ടേബിളിൽ നിന്ന് നമുക്ക് സ്റ്റിക്ക് ട്രേഡ് ചെയ്ത് എമറാൾഡ് കിട്ടും. ഇത് ടൂ ചീപ്പ്. ഈ നമുക്ക് എമറാൾഡ് കിട്ടണമെങ്കിൽ അയൺ ഫാം വേണം. എന്നാലും നമുക്ക് സ്മിത്തിങ് ടേബിളിൽ നിന്ന് അയൺ കൊടുത്ത് എമറാൾഡ് ഒപ്പിക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഈ അയൺ ഫാമും പിന്നെ ഫുൾ അയൺ ആർമർ ആവാൻ നോക്കണം. ഓക്കെ, ഇനി അടുത്ത 2 ഇവന്മാരും ജോലി എടുത്തോ? നിങ്ങൾ കൊള്ളാമല്ലോ.
ഇതേപോലെ എൻ്റെ ബേബി വില്ലേജർ വളരണം. അപ്പോൾ അതിന് ഞാൻ കുറേ നേരം AFK നിൽക്കും. എന്നിട്ട് അവിടെ ഞാൻ 20 വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. ഇപ്പം ടോട്ടലി ഞാൻ 4 വില്ലേജറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ 20 വില്ലേജേഴ്സിനെ ഞാൻ കൊണ്ടുവരണം. ഇവന്മാരിങ്ങനെ വെയിറ്റ് ചെയ്യണം, ഇവന്മാർ വരണത്. എന്നിട്ട് ഇവന്മാരങ്ങ് തള്ളിയിട്ടാൽ മതി. അതേപോലെ ഏകദേശം 20 ഫയർ പൊട്ടിയില്ല 20 വില്ലേജറിനെ എനിക്ക് അതിനകത്ത് ആക്കണം. അതാണ് ഏറ്റവും പാട് പിടിച്ച പണി. അവിടെ കടാ. ഓക്കെ, ഇനി ഒന്നുമില്ല, അൺലീഷ് ചെയ്യാം. ട്രേഡല്ല അൺലീഷ്. ഇത് ഫോണിൽ കളിക്കുന്നതാണ്. കമ്പ്യൂട്ടറിൽ കളിച്ചാൽ നമുക്ക് അതിനകത്ത് തന്നെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, ചിലരൊക്കെ ബെഡിൽ ലിങ്ക് ആയിട്ടുണ്ടേ. ഓക്കെ, ഇതേപോലെ എനിക്കിത് 20 ഇതേപോലെ എനിക്ക് 20 വില്ലേജസിനെ കൊണ്ടുവരണം. അപ്പോൾ അതെന്തായാലും ഇപ്പോഴൊന്നും നടക്കൂല. അതുകൊണ്ട് ഞാൻ 20 വില്ലേജസിനായിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മൾ 20 വില്ലേജസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവന്മാർ ജോബ് എടുക്കുമെന്നാണ് ജോബ് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവന്മാരെ മൂടണം. അതിനു മുമ്പ് എനിക്ക് ഇവിടെ ബ്ലോക്കൊന്നും വെക്കാൻ പറ്റണേ. ഇവന്മാർ എത്രത്തോളം എൻ്റെ അടുത്തുണ്ട് എനിക്ക് അത്രത്തോളം നല്ല ലാഗ് അടിക്കണുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇവന്മാരെ കൂട്ടത്തിൽ വന്ന് വീഴാതിരിക്കാൻ ക്രൗച്ച് ചെയ്ത് പോവാം. എന്നിട്ട് ഭാഗം ഒന്ന് അടച്ചു പൂടണം. എന്നാലേ ഇവന്മാരെ സോംബി പിടിക്കാതെ നോക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഇത് പോയിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് അടച്ചു പൂടണം. രാത്രിയാവണം. ഒരു രാത്രി ഇപ്പം കഴിഞ്ഞ് കുറേ സോംബീസ് ഇവന്മാരെ കാണുകയും ചെയ്തു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇവന്മാരെ കൊന്നില്ല. ഇവന്മാരെ കൊന്നിരുന്നെങ്കിൽ ഞാൻ എത്ര നേരം 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുന്നത്. 1 മണിക്കൂർ അതന്നെ, 1 മണിക്കൂർ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതിന് ഒരു രക്ഷയില്ലായിരുന്നു ആ സമയത്ത്. ഭാഗ്യത്തിന് സോംബി കൊന്നില്ല. ഞാൻ ആ സമയത്ത് കണ്ടുകൊണ്ട് കൊന്നില്ല. അകത്ത് വേറെ ബ്ലോക്കൊന്നും വെച്ചിട്ടില്ല. ടോർച്ച് ഇതൊന്നും വയ്ക്കാൻ പറ്റാത്തത്. ചില സമയത്ത് ഈ ഗെയിം ഓക്കെ, ഇനി എൻ്റെ പിക്കാക്സ് വെച്ച് ഇതങ്ങ് പൊട്ടിച്ചോളാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ പണി തുടങ്ങാൻ പോകുന്നത്. ഏകദേശം ഇവിടെ വെച്ചാണ് ഇത് അയൺകോളം വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും നമ്മൾ അയൺകോളം മരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നിന്ന് 1 2 ശവരോടെ ഇത്രയും ബ്ലോക്ക് മാറ്റണം. ഇത്രയും ബ്ലോക്ക് മാറ്റുകയും വേണം. എന്നിട്ട് ഇവിടെ നമ്മളെ ഹോപ്പർ ഏകദേശം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഇത് കുറച്ചും കൂടെ താഴ്ത്താൻ പറ്റുമായിരുന്ന. ഇത്രേ പറ്റത്തുള്ളൂ. അവിടെ ഇത് ഇനിയും താഴ്ത്താം. ഓ ഷിറ്റ് ഗൈസ്, ഇത് ഇനിയും താഴ്ത്തായിരുന്നു. പക്ഷേ ഈ വില്ലേജർമാരാണ് പ്രശ്നം. കാര്യം ചെയ്യാം, ഇത് പൊട്ടിച്ചോളാം. ഓക്കെ, ഇനി അയ്യോ പാളി ചെറുതായിട്ടൊന്നുമല്ല, നല്ല രീതിക്ക് പണി പാളി. ഇനി അഥവാ ഞാൻ ഇത് പൊട്ടിച്ചാവുമാര് എസ്കേപ്പ് ആവാൻ നോക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇവിടെ പൊട്ടി തെരച്ച് തേൻ എടാ, ടോർച്ച് പൊട്ടിയടാ. എല്ലായിടത്തും ടോർച്ച്. ഓക്കെ അമ്മമാരുള്ളതുകൊണ്ട് ഭയങ്കര ലാഗ്. എടാ, ഒന്ന് മാറിത്താടാ. നിനക്കൊക്കെ സോംബി പിടിക്കാതെ നോക്കാം എൻ്റെ കടമ. നീയൊക്കെ കാണിക്കണത് വെറും അഴുക്ക് സ്വഭാവം.
ഞാൻ എവിടെ വെള്ളം ഒഴിക്കാൻ തീരുമാനിച്ചു അവിടെ തന്നെ ഒഴിക്കുന്നു. ഓക്കെ, ഇനി ഒരേ ഒരു ടോർച്ചേ ഉള്ളൂ. അതാ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കണം. അതിന് ഇവന്മാര് സമ്മതിക്കണ്ടേ? ഇവന്മാര് സമ്മതിക്കണോ? ഞങ്ങൾ വെച്ച് നോക്കട്ടെ. വെച്ച് പറ്റി. ഇനി അടുത്ത ചോദ്യം, ഞാൻ എങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി? എസ്കേപ്പ് ആവാൻ നോക്കിയിരിക്കുകയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. എൻ്റെ ഗെയിം ലാഗ് അടിച്ചങ്ങ് ഇല്ലാതാണ്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഓക്കെ. രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ഇവിടെ ഈ ബ്ലോക്ക് വയ്ക്കാൻ പറ്റുമോ? എടാ ഇത് വെച്ച് ഇങ്ങനെ അടച്ചു പൂട്ടണം. അതിനു മുമ്പ് ഈ ഒരു ഒറ്റ ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റണം. എടാ എന്നാലും ഇവന്മാര് വരുവാടാ. അല്ല അടുത്ത പ്രശ്നം. ഓക്കെ, ഇങ്ങനെ അടച്ചു പൂട്ടണം. എന്നിട്ട് നമ്മൾ ഇവിടെ പോയി എന്നിട്ട് ഈ ഒരു ഭാഗം തുറന്നു കൊടുക്കണം. ഈ ഒരു ഒറ്റ ഭാഗം തുറക്കണം. എന്നിട്ട് ഹോപ്പർ എടുത്തില്ല. ഇനി ഞാൻ എങ്ങനെ പോകും? ഇവിടെ ഒന്ന് തുറക്കട്ടെ. ഒരു പ്രശ്നം പറ്റി. ഇതുവരെ ഒരു അയൺ ഗോളം സ്പോണായിട്ടില്ല. ഞാൻ 20 വില്ലേജേഴ്സിനെല്ലാം ഇട്ട്. ആ പൂച്ച സ്പോണായിട്ടുണ്ട്. ബട്ട് അയൺ ഗോളം നോട്ട് സ്പോണുണ്ട്. അതിന് എൻ്റെ എല്ലാം മിസ്റ്റേക്ക് തന്നെയാണ്. ഇനി ചെയ്യാനുള്ള ഇത് എടുക്കണം. ഈ ചെസ്റ്റും പൊട്ടിച്ചെടുക്കണം. ചെസ്റ്റാണ് ഇനി ആവശ്യമുള്ളത്. ചെസ്റ്റ് വേണം. അയങ്കോളൊന്ന് സ്പോണായത് കണ്ടാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഹോപ്പർ ഇങ്ങനെ വയ്ക്കണം. അല്ല, ഹോപ്പർ വയ്ക്കുന്നതിന് മുമ്പേ ചെസ്റ്റ് എങ്ങനെ വയ്ക്കാം? ഒറ്റ മിനിറ്റ്. ഹോപ്പർ വയ്ക്കുന്നതിന് മുമ്പ് നമുക്കിതാ ഈ ചെസ്റ്റ് ഉണ്ടല്ലോ വയ്ക്കാം. ഫസ്റ്റ് എന്നാൽ ഈ ഡേർട്ട് ഫുള്ളൊന്ന് പൊട്ടിച്ച് കളയണം. എന്നിട്ട് ഈ ചെസ്റ്റ് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെയല്ല. വലിച്ചടേ. കിട്ടിയില്ല. കുഴപ്പമില്ല. ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ചെസ്റ്റ് വയ്ക്കാം. എടാ എന്തെല്ലാം സാധനം എന്നറിയാൻ അതിനകത്ത് പോയത്. സാധനത്തിന് പോണതിന് കൈ നടക്കൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് ഈ ചെസ്റ്റ് എടുത്തതാ ഇവിടെ കയറ്. കയറ്. എന്നിട്ട് ക്രൗച്ച് ചെയ്തിട്ട് ഈ ചെസ്റ്റ് തിരിച്ചിങ്ങനെ വയ്ക്കണം. അതേപോലെ ഈ ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വെച്ചോ സീനില്ല. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇച്ചിരി സീനുണ്ട്. ഓക്കെ, എന്നിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ചാടിയിട്ട് നമുക്ക് തിരിച്ച് ഈ ബ്ലോക്സ് എല്ലാം വയ്ക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗം ഫുൾ അടച്ച് പൂട്ടിയിട്ട് പണിപാളി. എടാ അവിടെ എല്ലടാ വയ്ക്കുള്ള. ഇപ്പം ഞാൻ ചെത്തുന്നു. എടാ അവിടെ എല്ലാം വയ്ക്കുള്ള. അവിടെ എല്ലാം വയ്ക്കുള്ള. ചെസ്റ്റിനെ താഴ്ത്തി വയ്ക്കണം. സംഭവം ജസ്റ്റ് ഇവിടെ അല്ല വയ്ക്കാനുള്ള. പക്ഷേ പ്രശ്നം ഇതാണെങ്കിൽ എനിക്ക് നേരെ വയ്ക്കാൻ പറ്റുന്നില്ല. ഇനി മനസ്സിലായി. ഇപ്പം മനസ്സിലായി. ഓക്കെ, ഇനി ചെയ്യാനുള്ള ഇവിടെ നീ ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റണം. എന്നിട്ട് ഈ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് പിന്നെ ഇതിൻ്റെ മണ്ടേ കയറിയിട്ട് ഒരു ഹോപ്പർ ഇവിടെ ഇങ്ങനെ ഇതിനോട് കണക്റ്റ് ആയിട്ട് രീതിയിൽ വയ്ക്കണം. എന്നിട്ട് ഈ ചെസ്റ്റ് തുറക്കണമല്ലോ പറയാൻ പോലെ. ബൈ ചെസ്റ്റ് തുറക്കണം. അപ്പോൾ എനിക്ക് സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എന്തായാലും സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഈ ചെസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ച് കളയാം.
ഗൈസ് ഇതുവരെ ഇവിടെ ഒരു അയൺ ഗോളം സ്പോണായില്ലടേ. അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇനി അഥവാ അയൺ ഗോളം സ്പോണായില്ലെങ്കിൽ പണി പാള്. ഞാൻ 20 വില്ലേജസ് 20 അതാണ് അടുത്തവൻ. എടാ നിനക്കൊക്കെ എന്തിനു വേണം? അയ്യോ കുഴപ്പമില്ല. നിനക്കൊക്കെ എന്തിനു വേണം? നിനക്കൊക്കെ ഒന്നും വേണ്ടേ? പിന്നെ എന്നെ ശല്യപ്പെടുത്തുന്ന എന്തിനാണ്? Oh my god, oh my god. ചത്ത്. ഉമ്മാരെയാണെങ്കിൽ നേരെ ചെയ്യാനും പറ്റണല്ല. പെട്ടെന്ന് വയ്ക്കണം. കിടന്നാ മതി. റെസ്പോൺസ് സെറ്റ് ചെയ്യണം. പെട്ടെന്ന്. അയ്യോ പോളാ അവിടെ നിന്ന്. പോടാ ചാവടാ അങ്ങോട്ട്. അയ്യോ അടുത്തത് വേണ്ട. ആർമർ ഇട്ടവൻ. ഇങ്ങോട്ട് നേരെ പോ. ആർമർ ഇട്ടവൻ. എനിക്ക് ആർമറിന് വേണം. എൻ്റെ ബാക്കിൽ ആരുമില്ല. ഇനി ഇവിടെ ഒരു അയങ്കോളൊന്ന് സ്പോണായി കിട്ടിയിരുന്നെങ്കിൽ ഒരു സമാധാനമായിരുന്നേനെ. പക്ഷെ ഇതുവരെയായിട്ടും ഒരൊറ്റ അയൺ ഗോളം പോലും ഇങ്ങോട്ട് സ്പോണായിട്ടില്ല എന്നൊരു വേറൊരു കാര്യം. നോക്കാം ഇനി എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിലോ. ഇനി ചെയ്യാനുള്ള സ്റ്റെയർ കേസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തില്ല. നോ വറീസ്. ഇവിടെ ഒരു മരമുണ്ട്. ഇവിടെ നിന്ന് ഒരൊറ്റ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അതിനെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കാൻ 4 പീസ്. പിന്നെ ഈ ബെഡിലോട്ട് വന്നൊരു ക്രാഫ്റ്റിംഗ് ടേബിള്. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് സ്റ്റെയർ കേസ്, ഇത്ര സ്റ്റെയർ കേസ് വെക്കണം. എന്നിട്ട് ഇതിനെ തിരിച്ച് വയ്ക്കണം. അങ്ങനെയല്ല, തിരിച്ചാണ്. അങ്ങനെ. എന്നാലേ എനിക്ക് ചെസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്ന് ഈ ചെസ്റ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റൂ. ഓക്കെ, ഇവിടെ നിന്ന് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ആ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു വഴി ഇവിടെ വെട്ടിയിട്ട് ഈ വഴി നേരെ ആക്കിയെടുക്കണം. ഫസ്റ്റ് ഈ ബ്ലോക്ക് ഇങ്ങനെ വയ്ക്കണം. ഇപ്പം നേരെ ആയല്ലോ. ഓക്കെ, ഇപ്പം നേരെ. ഇനി ചെയ്യാനുള്ള അടുത്ത പണിയെന്ന് വെച്ചാൽ വാട്ടർ ബക്കറ്റ് എടുത്ത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ അത് ഒഴുകി കറക്റ്റ് ഇവിടെ തന്നെ വന്നോ. ഇനി അത് അങ്ങോട്ട് ഒഴുകി പോയിരിക്കാൻ വേണ്ടി ഒരു ബക്കറ്റും കൂടെ വെള്ളം ഇവിടെ നിന്ന് നേരെ എടുത്തിട്ട് നേരെ എടുക്കണം. ഇവന്മാരെ ടോർച്ചും എല്ലാം പൊട്ടിപ്പോയാ. കറക്റ്റ് ഇവിടെ താഴോട്ട് ഒഴുകിയൊന്നും പോവില്ലല്ലോ. കാരണം ഇനി അടുത്ത വെള്ളം കാണിച്ചത്. ഫസ്റ്റ് ഈ വെള്ളത്തെ ഇങ്ങനെ ഒഴിക്കണം. ഇവിടെ അല്ല, കറക്റ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് അടുത്ത വെള്ളം പോയി എടുത്താണ്. ഇതിനെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ അടുത്ത സമയമുണ്ട്. ഇവിടെ അടുത്തൊരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കാനുള്ളായിരുന്നു. ഇതിനെ നടുക്കോട്ട് വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് കിട്ടാനുള്ളതാണല്ലോ. അതിനതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞതായി ഇവിടെ തന്നെ വരും. പിന്നെ അവിടെ നിന്ന് വെള്ളം എടുത്തില്ലെങ്കിൽ പിന്നെ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് അല്ലേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത്. കറക്റ്റ് ഇവിടെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും വെള്ളം എടുക്കാൻ പറ്റുമോ? ഒരു പ്രാവശ്യം കൂടെ പോയി വെള്ളം എടുക്കട്ടെ. ഞാൻ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയതാണല്ലോ. എന്നിട്ട് നേരെ ഇവിടെ ഇല്ല, നേരെ ഇവിടെ വന്നിട്ട് ഈ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സായി.
ഇനി ഇവിടെ നിന്ന് ഈ വെള്ളം അങ്ങ് എടുത്ത് അത് കറക്റ്റ് ഇതാ ഇവിടെ ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് എടുത്ത് അത് ഈ ഒരു ഭാഗത്തും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റ് നേരെ കൊണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നിർത്തും. അല്ല അയങ്കോളം പക്ഷെ ഒഴുകൂലടാ, അത് വേറെ പ്രശ്നം. അയ്യോ ഇതെന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. എന്തോ മിസ്റ്റേക്ക് പറ്റിയടേ. അയ്യോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി ഞാൻ വെച്ചത്. ഇതിനെ ഫുള്ളൊന്ന് വറ്റിക്കണം. ഇതൊരു നോർമൽ പുഴയുടെ ഗൈസ് എനിക്ക് കുറേ മിസ്റ്റേക്ക് പറ്റണം. എനിക്ക് ഈ വെള്ളം ഒഴിക്കണത് നല്ല രീതിക്ക് അറിയായിരുന്നു, ബട്ട് എനിക്കിപ്പോൾ നേരെ അറിയാൻ പറ്റണില്ല. എന്തോ ഇത് കുറേ പ്രശ്നമുണ്ടേ. ഇതിനി ഫുൾ ഒന്നും കൂടെ വച്ച് പിന്നെയും പൊളിച്ചെടുക്കണം. എടേ എനിക്ക് നേരെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ എടാ ഈ പൂച്ച സ്പോണാണ്, ഒരു അയങ്കോളം സ്പോണാടാ. ഒരു അയങ്കോളം ഒന്ന് സ്പോണായി കിട്ടിയിരുന്നെങ്കിലുള്ള അവസ്ഥ സമാധാനമാണ്. ഇതിപ്പോൾ ഫുൾ ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് പോലെ ആക്കി വെച്ച് മണ്ടത്തരം മാത്രം കാണിക്കും. ഇതിനെ ഒന്നും കൂടെ പൊട്ടിച്ചെടുക്കാടേ. ഇതിനെ ഒന്നും കൂടെ വെച്ച് ഒന്നും കൂടെ പൊട്ടിച്ചെടുക്കണം, എന്നാലേ വെള്ളം നേരെ ആവുള്ളൂ. അവിടെ ഇത് നേരെ വെക്കാൻ വെള്ളമില്ല, കറക്റ്റ് ആ ഒരു ഭാഗത്തായിട്ട് എനിക്ക് എത്തണം. പക്ഷെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് നേരെ എത്തണമില്ല. ഇത് നേരെ ആവല്ല, നേരെ സത്യം പറഞ്ഞാൽ നേരെ കിട്ടണല്ലോ എനിക്ക് തോന്നുന്നു. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. സ്റ്റെയർ കേസൊക്കെ എനിക്ക് വേണം, എന്നാലേ എൻ്റെ ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഇനി ഇതിനെ ഫുള്ള് ഒന്നും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് ഒന്നും കൂടെ വയ്ക്കണം, എന്നാലേ ഒരു കറക്റ്റ് ഇതാവത്തുള്ളൂ. ഒരു അയങ്കോളത്തിൻ്റെ സ്പോൺ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു അയങ്കോളത്തിൻ്റെ സ്പോൺ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, അറിയാമോ? നല്ല വിഷമമുണ്ട്. ഓക്കെ ഇനി ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെയും പണി വാളും. നമ്മുടെ ഒന്നും കൂടെ വെള്ളം എടുക്കണം. അത് കറക്റ്റ് ഇവിടെ എന്തോ ഇങ്ങനത്തെ ഒരു സംഭവം എന്തോ ചെയ്തടേ. കറക്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ അത് ഒഴുകി കറക്റ്റ് ഇങ്ങോട്ട് തന്നെ വരും. ഇനി ഞാൻ ഒന്ന് വീണ് നോക്കാം, അത് കറക്റ്റ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും നോക്കട്ടെ. കറക്റ്റ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെയാണ് അയങ്കോളം സ്പോണാവുള്ളത്. ഇവിടെ ഞാൻ ഇങ്ങനെ വീണു. ഇനി അഥവാ ഞാൻ ഇവിടെ നിന്നാണ് വീണെങ്കിൽ എന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. ഇനി ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ഈ ഭാഗത്താണെങ്കിൽ എന്നെ ഇങ്ങനെ കൊണ്ടുപോകും. ഓക്കെ എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം തന്നെ ധാരാളമായിരുന്നു കേട്ടോ. ഓക്കെ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി ചെയ്യുള്ളതെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ മണ്ടയിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് കയറണമല്ലോ, അതിന് ഞാൻ ഇങ്ങനെ കയറും. എടാ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇനി ഇതിനെ ഒന്ന് വലിപ്പത്തി എടുക്കണം, വലുതായിട്ട് എടുക്കണം. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ എക്സ്ട്രാ അങ്ങനെ വെച്ച് കൊടുക്കണം. ഈ ബ്ലോക്ക് പൊട്ടിച്ചോളാം. ഓക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയാണെന്ന് തോന്നി. എന്നിട്ട് ഇനി 3 സൈൻ ബോർഡ് കൊടുക്കണം, ലാവ ബക്കറ്റ് കൊടുക്കണം. ഇനി ഒരു സൈൻ ബോർഡ് ഇതാ ഇവിടെ,
ഒരു സൈൻ ബോർഡ് ഈ വെള്ളം കാരണം ഇപ്പം തൽക്കാലത്തേക്ക് വെള്ളം ഒന്നും എടുക്കാം. ഇപ്പം എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു സൈൻ ബോർഡ് ഇവിടെ, ഒരു സൈൻ ബോർഡ് ഇവിടെ, ഒരു സൈൻ ബോർഡ് ഇവിടെ. എന്നിട്ട് ആ വാട്ടർ ബക്കറ്റ് ലാവ എടുത്ത് കറക്റ്റ് എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതെങ്ങനെ നിൽക്കും. ഇനി അയൻകുളം നേരെ വന്ന് ഇതിൻ്റെ അടി വന്ന് മരിക്കും. ഓക്കെ, ഇനി ക്യാമ്പ് ഫയർ എടുക്ക്. കറക്റ്റ് ഇതാ ഇവിടെ വന്ന് ഈ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. കറക്റ്റ് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് പിന്നെ മണ്ടയിലോട്ടൊന്ന് കയറണമല്ലോ. മണ്ടയിലോട്ടൊന്ന് കയറി ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറടാ, കയറി. ഓക്കെ ഇനി ഇത് പൊട്ടിച്ച് കളയണം. ഇത് കറക്റ്റ് ഇവിടെ ഇങ്ങനെ വയ്ക്കണം. ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. ആ ഒരു അയൻകുളം സ്പോണുള്ള എല്ലാം ആയിട്ടുണ്ട്. ഇനി ഞാൻ വെയിറ്റ് ചെയ്യണം. ഇനി അഥവാ ഇനി അയൻകുളം വരെ സ്പോൺ ആവുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, നമ്മൾ ബാക്കിൽ ഒരു ശബ്ദം കേൾക്കണ നിങ്ങൾ കാണാതിരിക്കുമല്ലേ. നമ്മൾ അയൺ ഫാം അതാ ഇവിടെ സെറ്റായിട്ട് വർക്കാവണുണ്ടേ. ഗൈസ്, അപ്പോൾ ഞാനേ ഇപ്പോൾ 1 മണിക്കൂറൊന്ന് AFK ഒന്ന് നോക്കട്ടെ. അപ്പോൾ എത്രത്തോളം എനിക്ക് കിട്ടുമോ നോക്കാം. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഒരു ഫുൾ അയൺ ആർമർ ആവാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊക്കെ AFK നിന്നിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാനൊരു 1 മണിക്കൂറല്ല, ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ നേരം ഞാൻ എന്താ അയ്യോ എക്സ്ക്യൂസ് മീ ശരി എടാ, എനിക്ക് തോന്നുന്നു ഇവിടെ സ്ലാബ് വയ്ക്കേണ്ടി വരുടാ. നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തേ. എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടി. എത്ര ആയെന്ന് നോക്കട്ടെ. എടാ മോനെ, ഇതൊക്കെ ശരി. ഒരു സ്റ്റേക്ക് അയൺ എടുത്തിട്ടേ ഞാൻ ഇപ്പം തന്നെ ഫുൾ അയൺ ആർമർ ആവാൻ പോണു. അങ്ങനെ 1 2 3 4 എവിടെ നമ്മൾ അയൺ ആർമർ. ഞാൻ ദാ പറഞ്ഞു എൻ്റെ വീട്ടിലോട്ട് പോട്ടു, എൻ്റെ ബേസിലോട്ട് പോയാൽ അവിടെ ഞാൻ ഒരാളെ കാണുന്നുണ്ട്. ഇതാരടാ, പുതിയ ഗെയിം വല്ലതും വന്ന അല്ല ഡ്രൗണ്. കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള ഈ ഹെൽമെറ്റ് മാറ്റിയിട്ട് നമ്മൾ ഈ എപ്പിസോഡിൽ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഇന്നൊരു അയൺ ഫാം നമ്മൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് ടൂൾസ് ഉണ്ടാക്കാനുള്ള സ്റ്റിക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ ഇല്ല. സ്റ്റിക്കില്ല. കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ പുതിയൊരു അയൺ ഫാം ഉണ്ടായിട്ടുണ്ട്. ഇത് വർക്കാവുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷേ എനിക്കിത് പെട്ടെന്ന് കുറേ അയൺ വരില്ല. അതാണ് ഞാൻ ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തത്. ഓരോ 2 മിനിറ്റ് ഗ്യാപ്പിൽ ഓരോ നിമിഷം അയൺ വരണുണ്ട്. ഇപ്പം എന്തെങ്കിലും അയൺ കുളം ഇപ്പോൾ സ്പോണാവുള്ളതാണ്. നേരത്തെ 2 സ്പോണായി, പിന്നെ കുറേ സ്പോണായി. ഫസ്റ്റ് ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ സ്പോണാവും. കുറച്ച് നേരം എടുക്കും. ഇത് ഒരു ചീപ്പ് റേറ്റ് അയൺ ഫാം ആയതുകൊണ്ടേ കുറച്ച് നേരം എടുക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.